ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 32. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രത്യനികേഷു യോധാ. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കുവാനാണ് ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ 2 കക്ഷിയിലും പെട്ട യോദ്ധാക്കളേവരും കൊല്ലപ്പെടും. ഭാവാർത്ഥം: കൃഷ്ണൻ തൻ്റെ സുഹൃത്താണെന്നും ഭഗവാനാണെന്നും അർജുനൻ അറിയാം. എങ്കിലും കൃഷ്ണന്റെ ഈ വിവിധ രൂപങ്ങൾ ദർശിച്ചപ്പോൾ അദ്ദേഹം അമ്പരന്നുപോയി. അതുകൊണ്ടാണ് ഈ സംഹാരശക്തി പ്രതിഭാസത്തിൻ്റെ യഥാർത്ഥ ദൗത്യമെന്തെന്ന് ചോദിക്കുന്നത്. പരമസത്യം എല്ലാ സൃഷ്ടികളെയും ബ്രാഹ്മണരെ പോലും നശിപ്പിക്കുന്നു എന്നാണ് വേദസിദ്ധാന്തം. കഠോപനിഷത്തിൽ പറയുന്നു 1:2:25 യസ്യ ബ്രഹ്മ ച ക്ഷത്രം ച ഉഭേ ഭവത ഓദനഃ മൃത്യുര്യസ്യോപസേചനം ക ഇത്ഥാ വേദ യത്ര സഹ. ഒരിക്കൽ ബ്രാഹ്മണരും ക്ഷത്രിയരും മറ്റെല്ലാവരും പരമപുരുഷന് ഭക്ഷണമായി തീരും. സർവഭക്ഷകനായ ആ ഭഗവത് രൂപമാണിവിടെ കണ്ടത്. സംഹാരമൂർത്തിയായ കാലത്തിൻ്റെ വടിവ് എടുത്തിരിക്കുകയാണ് കൃഷ്ണൻ. പാണ്ഡവരൊഴികെ മറ്റു പോരാളികളെല്ലാം വധിക്കപ്പെടും. അർജുനന് യുദ്ധം ചെയ്യാൻ താൽപ്പര്യമില്ലായിരുന്നു. യുദ്ധം ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്ന് അർജുനൻ വിചാരിച്ചു. അസ്വസ്ഥതകൾ ഉണ്ടാവില്ലല്ലോ. എന്നാൽ അദ്ദേഹം പൊരുതിയില്ലെങ്കിലും ശരി, അവരെല്ലാം മരിക്കുക തന്നെ ചെയ്യും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതാണ് ഭഗവാന്റെ നിശ്ചയം. അർജുനൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ മറ്റൊരു വിധത്തിലാവും ആ മരണം എന്നേയുള്ളൂ. മരണത്തെ തടയാൻ ആർക്കും ആവതില്ല. വാസ്തവത്തിൽ അവരിപ്പോഴേ മരിച്ചു കഴിഞ്ഞു. സംഹാരപരമാണ് കാലം. സകല പ്രതിഭാസങ്ങളും ഭഗവാന്റെ ഹിതമനുസരിച്ച് മറഞ്ഞു പോകണമെന്നത്രേ പ്രകൃതി നിയമം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.